എടാ എന്റെ കീബോർഡ് അടിച്ചു പോകണം. എനിക്ക് 2-3 ക്ലിക്ക് ചെയ്തിട്ടൊക്കെ നമ്മളാരെയും കാണാം. ഹലോ ഇതാരാ ഹലോ ഹലോ പറ എന്താ എന്താ ഇതാരി നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളതാണോ? ഇതാരി അറിയില്ല. ആ ഓക്കെ. പേരെന്താണ്? ഇതാരാ ഈ സംസാരിക്കുന്നതാരാ? പേരെന്താ നിങ്ങളുടെ ഒന്നും ചെയ്തില്ലല്ലോ നമ്മളിവിടെ. അടിക്കുന്ന എന്തിനാ? ഒന്നും ചെയ്തില്ലല്ലോ. സിറ്റുവേഷൻ ആയിക്കോട്ടെ, അടിക്കേണ്ട ആവശ്യം എന്താ? അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ എന്തിനാ അടിക്കേണ്ട ആവശ്യം? ഇതൊക്കെ ആരാടാ? തായോളിയൊക്കെ ഒന്ന് അടിച്ചിട്ട് ഏത് തായോ? ഇതൊക്കെ ആരാടാ? അവന്റെ അടുത്ത് വല്ല പറഞ്ഞായിരുന്നു നമ്മള്? മയില് എന്ത് പുണ്ണകളാ? ഇല്ലല്ല ഞാൻ സ്കോഡായോന്നാ. ഇത് ചോദിക്കുന്നില്ല കുണ്ണങ്ങള് വെറുതെ അടിച്ചിട്ട് ചുമടിക്കുന്നു. അവർക്ക് എന്ത് ഇവന്മാര് നമ്മളെ തല്ലി വെറുതെ അടിക്കട്ടോ സംസാരിക്കുന്ന സമയത്ത്. ഇത് കിളച്ച് നിക്കാണ് ഈ മറക്കുന്നത്. ഹലോ ഇതാരാ? ഞാനാണ് 3 വിക്കട്ടത്. അളിയാ ചക്ക വെമറന്ന് കൊണ്ട് പൊക്കിയടാ. EMS ഇല്ല. എടാ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ കണ്ടില്ല? ഇതൊക്കെ കിളച്ചിരിക്കല്ലേ? നമ്മളവിടെ എന്തേലും പറഞ്ഞ അവന്മാരുടെ അടുത്ത് എന്തേലും നമ്മൾ പറഞ്ഞോ? അവന്മാരുടെ അടുത്ത് എന്തേലും ഒരു കൊണച്ച് എന്തേലും ചെയ്തായിരുന്നു? അവരെന്തൊക്കെ അറിയണ? പേരറിയണം. പേര് പറയുമ്പില്ല. ബോഡി നോക്കി ബോഡി നോക്കിട്ട് ബോഡി താഴെ ആരായാലും അടിക്കും. ചുമ്മാ അടിക്കും. ഇമാർക്ക് എന്ത് കഴച്ചിരിക്കാണ്, മുട്ടിയിരിക്കാണ് ഇമാർക്ക്. എടാ ഹലോ, എന്താ സക്ക? എന്താ എല്ലാം പറഞ്ഞായിരുന്നു? എനിക്കറിയാം. ആര്? എടാ വെറുതെ ചുമ്മാ അടിക്കാറ. കഴച്ചിരിക്കാനാടാ ഇമാർക്ക്. എനിക്കൊരു പിങ്ക് ഡ്രസ് വെയിറ്റ് ലോലനോടി പൊക്കിട്ട് എനിക്കറിഞ്ഞു. എടാ നമ്മളെ അവന്മാരാരെയും ഒരുത്തനെ കൊന്നറാ. നമ്മള് നമ്മുടെ കൂടുതലുള്ള ആരെങ്കിലും ആണെന്ന് വേണ്ടി ഞാനും ലോനും കൂടി അടുത്തൊന്ന് പോയി. എടാ വെയിറ്റ് ലോന. എടാ നമ്മളെ നമ്മുടെ കൂടുതൽ വല്ലവരാന്ന് ചോദിച്ചിട്ട് നമ്മൾ പോയി നോക്കാൻ പോയതാടാ. എന്നിട്ട് നമ്മുടെ കൂടുതലാണെന്ന് ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു അവന്മാരുടെ അടുത്ത്. എന്നിട്ട് അവന് പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പോ അവന് പേര് പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മള് എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോഴേക്ക് വണ്ടിമേ അടിച്ചിട്ട് ലോലനെ അടിച്ചു വന്ന് എന്നെ അങ്ങ് അടിച്ച്. എന്തായാലും നോക്ക സംസാരിക്കും. ഇവന്മാർ കളച്ചിരിക്കാനോടാ നിനക്കൊക്കെ? വെറുതെ നിൽക്കുന്നവർക്കൊക്കെ അടിക്കാൻ നിൽക്കണോ? നീ ആര്
MRC ചുമ്മാ വന്ന് അടിച്ചിട്ട് എന്താ പറയാ കഴിയില്ലാത്ത കൊറേ കൊണ്ടകളുണ്ടല്ലോ സിറ്റിയില്. അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അടിക്കുമല്ലോടാ നീയൊക്കെ. നീ പൊങ്ങ നീയൊക്കെ പറയടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേവിയിലുള്ള ആരാന്ന് തോന്നുന്നു ഇവിടെ ഇവന്മാര് അവനടിക്കുക കേവിയിലുള്ള ഒരുത്തന്നെ. നമ്മൾ അടുത്ത് വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആരാന്ന് വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കാൻ വേണ്ടി വന്നപ്പോ ഇവന് നമ്മുടെ കൂട്ടത്തിലാണ് ആണോ ചോദിച്ചു. ഒരു മിനിറ്റ്, നമ്മുടെ കൂട്ടത്തിലുള്ള ആണോ ചോദിച്ചപ്പോ നമ്മൾ അല്ലാന്ന് പറഞ്ഞ്. ഇവ എന്റെ അടുത്ത് പേര് വെച്ചപ്പോ ഞാൻ ചോദിച്ചു നിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ അവന് പറയാൻ പറ്റിയില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു സിറ്റുവേഷൻ ആണ് ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനും ലീവ്, ഞാൻ അവിടെ എന്താണെന്ന് വേണ്ടി നോക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വണ്ടിമിക്കിട്ട് അടിച്ച് ലോലേനെ അങ്ങ് അടിച്ചു വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പുറത്തിറങ്ങി. എൻ്റെ അടുത്ത് പുറത്തിറങ്ങാൻ പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി. ഇത് ഇവന്മാരും മറ്റേ എല്ലാവരും കൂടിയിട്ട് പേടിയേക്കിന്. വലിയ പ്രശ്നമാണ് ഇതൊക്കെ. അവരെ ഒച്ച എടുത്താ ഒരാളെ നമ്മളൊരാളിനെ എടുത്തോ, നമ്മളടിച്ച അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. കേവിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് വേണേ. അറിയാലോ നമ്മൾ മാറി കൊടുക്കാം, നമുക്ക് മാറി കൊടുക്കാം. ഇടിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഒന്നും പോകത്തില്ലടാ ഇപ്പൊ. എടാ ഒന്ന് സംസാരിച്ചിട്ട് ബാക്കി നിങ്ങൾ കണ്ടിന്യൂ. ജസ്റ്റ് ഒന്ന് സംസാരിച്ചോ. ഇനി സംസാരം ഒന്നുമില്ല. സംസാരിക്കണടാ എന്നിട്ട് ലീവ് ചെയ്യാം. ഞങ്ങൾ കണ്ടു ചെയ്തു അത്രയുള്ളടാ. ഏതാ പൊളി അവനെ കക്കൂസ് കഴിക്കുക അവനെ. ബട്ട് ആരാന്ന് അറിയത്തില്ല, ആരെങ്കിനൊക്കെ കൊണ്ടുപോവാ നോക്കട്ടെ. ഞാൻ ഇതാണടാ, ഞാൻ തല്ല നിങ്ങൾ ഒരാളെ അതിനകത്ത് ആരാച്ച കൊണ്ടുപോയിക്കോ. ഞങ്ങൾ എന്നിട്ട് സംസാരിക്കാം, ബാക്കിയുള്ള ആൾക്കാർ സംസാരിച്ചോളാം. എടാ നമുക്ക് ആരെങ്കിലും ഒരാളുടെ അടുത്ത് കൊണ്ടുപോകും ഹോസേ. ബാക്കിയുള്ളവരുടെ അടുത്ത് ആ കേവി സംസാരിച്ചോളൂ. എടാ ആർക്കാണ് ഹോസയാവാൻ താല്പര്യമുള്ളവരെ ഒന്ന് കൈ ഒന്ന് പൊന്തിച്ചേ. ഇവനാണല്ലേ, ഇവനെ കൊണ്ടുപോവാ. ഇവൻ കൈ പൊന്തിച്ചിട്ടുണ്ട്. നിനക്കാണോ പോണ്ടേ? രണ്ടുപേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടുപേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനെ കൊണ്ടുപോവാ. മഞ്ഞാണ്ടീനെ കൊണ്ടുപോവാ. മഞ്ഞാണ്ടി കുറച്ച് ഇവനെ കൊണ്ടുപോവാ. ഇവനെ ഞാൻ മാറ്റി അങ്ങനെയല്ല മാർക്കിട്ട ഇവനുണ്ട്. എടാ ഇവനാണ് കൊണ്ടുപോണേ കൺഫേമേ. ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ വട്ടത്തിൽ പേരെന്താന്ന് അറിയില്ല. അല്ലടാ കേവിക്ക് സംസാരിക്കുന്ന പറഞ്ഞ ബാക്കിയുള്ളവരടുത്ത്. എടാ നമുക്ക് ഒരാളെ ഓശയാക്കി കൊണ്ടുപോവാം. ബാക്കിയുള്ളവര് കേവി എന്താന്ന് ചെയ്തോട്ടെ. സംസാരിക്കാൻ കിട്ടിയാലേ മതി. സിറ്റുവേഷൻ അവർ ലീവ് ചെയ്യാന്ന് പറഞ്ഞു. അതാ പറഞ്ഞതാടാ. ഞാൻ ഇവനെ ഒരുത്തനെ ഓശയാക്കി കൊണ്ടുപോകും. സംസാരിക്കണം പൊങ്ങുമ്പോ, എന്നിട്ട് അവര് ലീവ് ചെയ്യുക. ബാക്കിയുള്ളവരെ നമ്മൾ എന്താ ചെയ്തോളാൻ പറഞ്ഞു. അവര് ലീവ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഈക്വൽ പ്രൊപ്പോർഷൻ ഒരാളെ നമുക്ക് എടുക്കാം. ഞാൻ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ ലോങ്ങിത്തത് അവനെ ഞാൻ എടാ നിങ്ങക്ക് വേണ്ടി പറഞ്ഞു ആർക്കൊക്കെ ഹോസ്റ്റാക്കാൻ താല്പര്യം കൈമൊന്തിക്കാൻ പറഞ്ഞത്. കൈമൊന്തിക്കവര് വെറുതെ നിന്ന് അടി. ഞാൻ പറയാം ഞാൻ റേഡിയോ പറയാം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതാരാടാ? അണ്ണാ കേക്കുന്നുണ്ടോ? ഞാന് ലോലം കൂടി ചുമ്മാ ഇങ്ങനെ വണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പൊ റിപ്പയറിന്റെ അവിടെ റിപ്പയർ കഴിഞ്ഞ ഓഷന് പോണ വഴിക്ക് അത് തോന്നുന്നു MR സൈഡാന്നാ പറഞ്ഞ. MR സൈഡിലുള്ള ഒരു കേവിയിലുള്ള ഒരുത്തനെ ഇങ്ങനെ ഗണ്ണേമി ഇതിൽ അടിച്ചു കൊന്ന്. അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള വല്ലവരാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊല്ലാണെന്ന് വിചാരിച്ചു ഞാൻ അടുത്ത് വേറെ പോയി നിന്ന്. ആ ബോഡിയുടെ അടുത്ത് പോയില്ല. വണ്ടിയില് നമ്മള് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മളൊന്നും മിണ്ടിയില്ല.
എന്നിട്ട് അവന്മാരും ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു വിട്ടെ. നമ്മുടെ കൂട്ടത്തിലല്ലാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് ചോദിച്ച് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചു എന്നാൽ നിന്റെ പേരെന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ പേര് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ സിറ്റുവേഷൻ ആണ് ബ്രോ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം എന്തെങ്കിലും ലീവ് ചെയ്യാൻ, ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ ഡയറക്റ്റ് വണ്ടിക്ക് ഇട്ട് അടിച്ചിട്ട് ലോലേനെ അങ്ങ് അടിച്ചു വന്ന്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് വണ്ടിന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഞാൻ വണ്ടിന്ന് പുറത്തിറങ്ങി എല്ലാരും കൂടി പിന്നെ വിളിച്ചു. അയ്യോ പൊങ്ങിട്ട് ഓ ഒരുത്തിനെ മാറ്റിയിട്ടുണ്ട് റിപ്പയർ എടാ നിങ്ങള് കീഴിലുള്ള ആരെങ്കിലും ഒന്ന് മാറ്റി കൊണ്ടേയില്ലടാ. സംസാരിച്ച ആരാന്ന് അറിയത്തില്ല. ബട്ട് ഇവിടെ ഒരുത്തിനെ മാറ്റി ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടിട്ട്. ആരാ സംസാരിച്ചെന്ന് അറിയത്തില്ല. ബട്ട് ഇവിടെ ദിവനെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടി ഇവനെ ഹോസ്റ്റ് ആക്കാം പൊങ്ങിട്ട്. സിറ്റിയിലെ ഗുണ്ട നിന്റെ അടുത്ത് പേര് പറഞ്ഞ നീ അടിച്ചിടുവോ? നീ ഏതാ തീട്ട കണ്ടി നിന്നെ എഴുതി പഠിപ്പിക്കാം. നിന്നെ ആരുടെ പേര് നിന്റെ പടത്തിലാണ് നിന്നെ കാണിച്ചു തരാം. പേര് പറഞ്ഞില്ല നീ എന്താ മറ്റേ നീ ആരെന്ന് അറിഞ്ഞില്ലേ? നിനക്ക് നിന്റെ അടുത്ത് പേര് ബോധിപ്പിക്കണം. നിന്റെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അടിക്കുക. നീ കാര്യം സിറ്റിയിലെയോ ഇവമാരി നിന്ന് കഴിഞ്ഞാൽ അടിക്കുക. പറ ആരാ പറയണേ? ആരാ? ഹലോ ബ്രോ. എടാ അവൻ പൊങ്ങിയടാ. പേരെന്താ? അല്ല ഇത് പറയണ്ട. എല്ലാരും നിങ്ങളെല്ലാരും ആളെ കിട്ടി. ഇനി ഇവരെ മറ്റേ കേവിക്ക് കേട്ടോ. നമുക്ക് ഹോസ്റ്റ് കിട്ടി. എല്ലാരും വണ്ടി ഉണ്ടാക്കിയിടോ. എടാ നമ്മുടെ ഹോസ്റ്റേജ് കിട്ടി. എല്ലാരും വരണം. ബാക്കി മറ്റേ കേവി ചെയ്തു. ഇത് കൊച്ചാപ്പി. എന്താ ബ്രോ വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കുന്നേ? ഹലോ ബ്രോ എന്താ ബ്രോ വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കുന്നേ? എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ എല്ലാരും ഗ്യാങ്ഹോസ് അവിടെ. നമ്മള് ഗ്യാങ്ഹോസിൽ എത്തിയേ. അവന് എടുത്തിട്ടുണ്ട്. നമ്മള് ഗ്യാങ്ഹോസ് എത്തിയ ഹോസ് നമ്മുടെ കയ്യിലുണ്ട്. എടാ വന്നാടാ. എല്ലാരും വന്നാ? ലോലം കൂടി പറയാം. എടാ ലോല വന്നാടാ. അവനും കൂടെ വന്നിട്ട് നമുക്ക് ഇവിടെ ബാക്കിലോട്ട് പോയാലേ. ഹലോ ബ്രോ. ഹലോ അണ്ണാ നമുക്ക് ഇവിടെ നിർത്തണ ബാക്കിൽ നിർത്തണ? ബ്രോ ഹലോ കേക്കുന്നുണ്ടോ? പൊട്ടനാണോടാ നീ? ശടാ ഇങ്ങനെ പോയോ? പൂവല്ലേ ഇങ്ങോട്ട് വാ. അവിടെ പറഞ്ഞത് മതി. ഇനി ഇവിടെ പറയാം. ബാ. ഹലോ കൊച്ചപ്പി ബ്രോ ഒന്ന് വരൂ ബ്രോ. കൊച്ചപ്പി ബ്രോ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അത് കൂടും. അവന്റെ പേര് പറഞ്ഞപ്പോ കൊച്ചപ്പി എന്ന് പറഞ്ഞടാ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കിൽ പോയിട്ട് എല്ലാം. അല്ല ബ്രോ ഇങ്ങനെ നിക്കാൻ പാടില്ലല്ലോ. നീ സംസാരിച്ചു തുടങ്ങിയ ടൈം കാൽക്കുലേറ്റ് ആവത്തില്ല. ഇവനെന്താ ഇത്? ഇവനെന്താ വാർക്കൂലേ?
വായ തുറന്നു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞാ കഴിഞ്ഞു വരട്ടെ അവരുടെ എല്ലാം കഴിഞ്ഞു വരട്ടെ. ബ്രോ അവിടെ സംസാരിക്കാത്ത ഇത് കൊച്ചപ്പി അവൻ പേര് പറഞ്ഞ അങ്ങനെയാടാ ഇത് നീ ഇവിടെ പേര് എന്താടാ ഇത്ര പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വന്നാടാ രസോദി. തുടിപ്പാണല്ലോ അപ്പൊ നിനക്ക് പേര് പറയാൻ വയ്യേ? ഇവിടെ റെസ്പോണ്ട് ചെയ്യടാ നീ. ഹലോ ഏടാ ഒന്ന് മൊഴിയാടാ എന്തെങ്കിലും. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. വരുമില്ലേ നോക്കല്ല. എടാ അദൃശ്യ ശക്തികൾ ഉണ്ടെങ്കിൽ അത് പഴകൂട്ടല്ല. എന്താടോ ഒന്ന് അനങ്ങിയെങ്കിലും ചെയ്യടാ വായെങ്കിലും. ഇപ്പൊ ഇതാവും ഇപ്പൊ NPC-ലേക്ക് മാറിയവൻ ഇല്ല അവിടുന്ന് വരുമ്പോൾ നമ്മളോട് പേര് പറഞ്ഞു. ഇവിടെ കേറി ഇരുന്നിട്ട് മിണ്ടായിരിക്കുന്നോ? എടാ അവിടുന്ന് പറഞ്ഞാലേ വേണ്ടത്തുള്ളൂടാ. അതുവരെ ഇങ്ങനെ വെയിറ്റ്. ഇവന്മാർക്ക് സസ്പെൻഷൻ ആട്ടോ MRZ-ന്. ആ ഗ്യാങ് നെയിം അവൻ ചോദിച്ചോ അവൻ എന്താ പറയുന്നത്. ഹലോ പറയടി. ആ സിറ്റുവേഷൻ ഞാൻ വിളിക്കാം. ഹലോ ബ്രോ ഇവ എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഗ്യാങ് ഹൗസ് മിണ്ടിയിട്ടില്ലെങ്കിൽ ടൈം കൂടും ബ്രോ. ബ്രോ പ്ലീസ് ബ്രോ ഒന്ന് വഴി ബ്രോ ഇതാണ്. ദൈവം പറഞ്ഞിട്ട് പോലും നിനക്കൊരു ഇതില്ലല്ലോടാ. ദൈവത്തിന്റെ ഒരു വില കൊടുക്കടാ. എന്താടാ കൊച്ചപ്പി. പുറത്ത് ഉപദേശം കേട്ടിട്ട് നീ സാറ് അതാ ഉപദേശം കേൾക്കാടാ. ഇങ്ങനെ അങ്ങനെ പറയില്ല. ഇതേ തീർത്തിയോ കൊച്ചപ്പി എന്നൊക്കെ പേരെടുക്കും. എങ്ങനെ തോന്നണ ഇവര് പേരിടാ? കൊച്ചപ്പിയ അവന്റെ അടുത്ത് പേര് വെച്ച് എന്റെ പേര് കൊച്ചപ്പി. ഇവന്താ മറ്റേ ചോക്കോബർ ഐസ്ക്രീം എല്ലാം രണ്ട് കളർ സിറ്റിക്കകത്ത് മറ്റേ ആൾക്കാർ നിന്റെ കൂടെ ഇതേപോലത്തെ നിന്നെ പോലെ 3 മണ്ണ കൂടെ ഉണ്ടായാലേ നീ സംസാരിക്കുള്ളൂ. എന്നാ 3 മണ്ണോടെ ഞങ്ങളോടെ കൊണ്ടുവരട്ടോ. എക്സ്ചേഞ്ചിന്റെ ഒരു ഇപ്പൊ പണി. പിന്നെ അത് ഒരെണ്ണം എടുക്കാൻ ഞാനൊരു തന്നെ കൊന്നു വിട്ടെ പേര് പറഞ്ഞേന്. ഇവൻ മാത്രം ഉള്ളായിരുന്നാടാ അവിടെ. ഇവിടെ നീ പേര് ഹലോ എന്റെ ഗ്രൂപ്പിലാണോടാ? അവന്റെ പേര് എന്താ കരിമീൻ കൂടെ ചാർലി എന്ന് പറഞ്ഞപ്പോലെ ഇവൻ കൊന്നു. ഇത് വെടിവെക്കാൻ മാത്രം അനങ്ങുള്ളോ? വായൊന്നും അനങ്ങൂ. ബ്രോ എന്താണ് ബ്രോ അത്? ഗണ്ണേമിലായോണ്ട് കോണടി ദൈവം വന്ന് ചോദിക്കും എവിടെ വരെ പോയി. ടൈം കൂട്ടി ഇത്ര നേരം വേണ്ടാണ്ടിരിക്കല്ലേ. പിന്നെ എവിടെ പോയി ഇത്ര നേരം എവിടെ പോയി ബ്രോ? കയറ്റി വെച്ചേക്കുവായിരുന്നു എത്ര നേരം ഫാമിലി ആണോ? ഫാമിലി മെമ്പർ ആണോ? അല്ല വെറുതെ സിറ്റി പോണം. നീ സിറ്റിസൺ ആണെങ്കിലേ നീ സിറ്റിസന്റെ രീതിയിൽ നടക്കണം സിറ്റി, മനസ്സിലായ? അല്ലാതെ ഇവിടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് നീ മെസ് ഇറക്കാൻ നിൽക്കരുത്. ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തും. അല്ലല്ല നിന്നോട് പേര് ബോധിപ്പിക്കാൻ നീ ആരാടാ? നിന്നോട് പേര് ഓർമ്മയില്ല കൂടുതലൊന്നും നീ കണ്ടിട്ട് കത്തിച്ചു വിട്. വേണ്ട ചത്ത് പോയല്ലോ മച്ചു. അപ്പിയായി പോയി ഇപ്പൊ. ഇതാക്കണ്ട കൂടുതലും. വാള് പോയി കത്തി വന്നു. ഐടി പോയി ഇനി എന്തൊക്കെ വരുമോ? അയ്യോ അത് പിടിച്ചിരിക്കലാണ്. കത്തൂല്ലടാ. കൊച്ചപ്പി കൊച്ചുവാണെന്നാലും പേരിട്ട് പോകും. ഇതൊക്കെ ആൾക്കാരടാ. അല്ല അലോലെ
അവന്റെ കൂടെ ഗുണ്ടകള് ഗുണ്ടകളാ ഇവരൊക്കെ പറഞ്ഞ നമ്മള് സ്നൈപ്പ് അവന്റെ കൂടെ ഇരുന്ന പേര് പറഞ്ഞു ആരെ ചാർലി ചാർലി അങ്ങനെ ശോ അവനെ കൊണ്ടുവന്നു എന്തോ പറഞ്ഞു കരിമീനോട് തോട്ടിലാണോ അതിന് ആർക്കറിയാം കരിമീനൊക്കെ എല്ലാം കഴിയുമ്പോ എത്തി ആളെത്തി കഴിഞ്ഞ ഡസ്റ്റല്ലേ വണ്ടി പാർക്ക് വണ്ടിയില്ലാത്ത വണ്ടിയാണ് പാർക്ക് ചെയ്ത ടൈം ഔട്ട് വേണമെന്നല്ലോ അത് കേവിയുടെ മാത്രമേ ഉള്ളൂ. ഇനി ഒരു അബദ്ധത്തിൽ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയാലും സംസാരിക്കാൻ ട്രൈ ചെയ്യണത് കേവിയുടെ മാത്രമേ ഉള്ളൂ. വേറെ ഫ്രണ്ട്ലി ഗ്യാങ് ഒന്നും സിറ്റിയിൽ ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, നമ്മുടെ മണ്ടയ്ക്കോട്ട് വരുന്നിടം വരെ നമ്മൾ ഇവരെ ശല്യം ചെയ്യാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ഇന്നലെ വരെ നമ്മൾ ആരെങ്കിലും ഒരു സിറ്റുവേഷൻ എടുക്കാൻ ചെന്നു ഇല്ല ഒരു സിറ്റുവേഷൻ ആരും എടുക്കാൻ നമ്മൾ ഇതാക്കാൻ പറ്റില്ല. ഇത് ഇങ്ങോട്ട് വന്ന് പേര് ചോദിച്ചിട്ട് പേര് പറയാൻ അടിച്ചു കൊല്ലൊക്കെ പറഞ്ഞ അവൻ വണ്ടിയിൽ നിന്ന് അണ്ണാ അവന്മാരെ കൂട്ടത്തിലല്ലാന്ന് പറഞ്ഞു. ഞാൻ അല്ല നമ്മുടെ കൂട്ടത്തിലാണെന്ന് ചോദിച്ചു അല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവന് പേര് അറിയണം. ലോലനെ അടിച്ചു വന്നു വില്ലുമ കയ്യും ഞാൻ എന്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി. ഡ്രസ് എന്ന് പറയണ ഇവനാണ് സെയിം ഡ്രസ് എല്ലാം അറിയാം അവന്മാർക്ക്. നമ്മളിതുവരെ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഞാൻ അത് തന്നെയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അന്നും ഇന്നും ഇത് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഗേവിയുണ്ട്, ഇവരായിട്ട് നമുക്ക് ഫ്രണ്ട്ലി ഒന്നുമല്ല. നമുക്ക് അത് പക്ഷെ അത് ധരിച്ച് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോകേണ്ട ആവശ്യം നമുക്കില്ല. അവന്മാര് നമ്മളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം. അപ്പൊ ഈ ഗുണ്ടായുസം ഒക്കെ അവനവന്റെ കയ്യിൽ വെച്ചാൽ മതി. അല്ല ഏതെങ്കിലും തീട്ട ഗ്യാങ്ങിന്റെ അടുത്ത് പോയി ഇറക്കിയാൽ മതി. നമ്മൾ ഇറക്കണ്ട. അതാണ് സ്റ്റേറ്റ്മെന്റ്. സിറ്റിയിലെ വലിയ ആളാന്നാണ് ഇപ്പൊ വിചാരം. അല്ലാണ്ട് നമ്മള് അണ്ണനെ അറിയാം ഇത്ര നാളുണ്ടായി. അവര് പറഞ്ഞ എന്താണ്, അവര് സിറ്റിസണാന്ന് ഓർത്ത് അടിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ അവര് സിറ്റിസൺ ഈ റെസ്പെക്ട് കൊടുക്കുന്നു, ചുമ്മാ ഒന്നും അടിച്ചു. അല്ല സിറ്റിസണിന് റെസ്പെക്ട് കൊടുക്കുക. അവൻ സിറ്റിസൺ ആണെന്നാ പറഞ്ഞ ചോദിച്ചപ്പോ സിറ്റിസൺ എന്നാ പറഞ്ഞേ. സിറ്റിസണാ അവൻ ഗുണ്ട ഇവിടുത്തെ ബാക്കിയുള്ളവര് മറ്റേ ഗണ്ണും കൊണ്ട് നടക്കാൻ. പിന്നെ അവൻ ആരാണെന്ന് പറഞ്ഞില്ലേ? ഇവന്റെയൊക്കെ മറ്റേ താളത്തിനനുസരിച്ച് തുള്ളാൻ ഇവിടുത്തെ ഏതെങ്കിലും കണ്ടിയാങ്ങളെ കിട്ടുമായിരിക്കും. അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, നമ്മുടെ അടുത്ത് പറയണ്ട. മനസ്സിലായില്ലേ? ഓക്കെയല്ലേ? എടാ അതല്ലടാ, അത് വീട്. എടാ ലോലനെ ആദ്യമേ അടിച്ചു. ഞാൻ വെച്ച് വണ്ടിയും അടിച്ചെന്ന് വെച്ച് ഞാൻ നോക്കുമ്പോൾ ലോലൻ ചത്ത്. എന്നിട്ട് ഇവ എന്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവര് എല്ലാരും കൂടി എന്നെ അടിച്ചു വന്ന്. അത് കുറെ നേരം വിഫ് ചെയ്തിട്ടാ വെറുതെ എന്നെ അടിക്കാൻ. ഇല്ലടാ നീ എടുത്തു 4K വെച്ചിട്ടിരിക്കാം നമ്മള് നമ്മളൊന്നും മിണ്ടിട്ടും കൂടി ഇല്ലടാ. എടാ നമ്മളായിട്ട് പിടിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ രണ്ടുപേരെ കൊന്നിട്ടായിരുന്നു ഉണ്ടാവണം. അതാണ് നമുക്കിട്ടാണല്ലോ സസ്പെൻഷൻ ഉണ്ടോ അല്ലേ? എന്നിട്ട് അമ്മമാർക്ക് അങ്ങ് ക്രിമികടി അങ്ങ് മൂത്തിട്ടല്ലേ. ഇത് കൊറേ രാവിലെ ആരൊക്കെ അടിച്ചോണ്ടിരിക്കുക വണ്ടിയില്. ഗ്യാങ് ഫോം ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ആ കുറച്ച് ദിവസം തന്നെ ഇവന്മാർ കുറെ സിറ്റുവേഷൻ എടുത്തു. ഇപ്പൊ അമ്മമാർക്ക് പെട്ടെന്ന് ഒരു ദിവസം സസ്പെൻഷൻ കിട്ടിയപ്പോഴേ അമ്മമാർക്ക് ക്രിമികടി നിൽക്കുന്നില്ല. അമ്മമാർക്ക് അങ്ങ് ക്രിമികടി അങ്ങ് കേറിയിരിക്കുക. അതിന്റെയാ പിടിച്ച് നല്ല 2 എണ്ണം കൊടുക്കുമ്പോ അങ്ങ് മാറും. ഇത് ഒരു വട്ടം ഇത് കുറെ വട്ടം സിവിലിയൻ സിറ്റുവേഷൻ അല്ല ഈ സിവിലിയൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോ ഗ്യാങ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അല്ല വരും ശരിക്കും വരും. ഇവർക്ക് സസ്പെൻഷൻ ആയ കാരണമാണ്. പ്രശ്നങ്ങളുണ്ടായി എന്ന് അറിഞ്ഞിട്ട് വന്നു. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അവര് MRC ആണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് സിറ്റിസൺ ആണെന്നാ പറഞ്ഞത്. ചോദിച്ചപ്പോ MRC ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. മനസ്സിലായി. ശരിക്കും ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. നമ്മൾ ഇതിലൂടെ ക്ലിയർ ആയിട്ട് ഇവരുടെ എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്. MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ടെന്ന്. പക്ഷെ ഷേക്കെ മാക്കെ ഞാൻ ഇപ്പോഴും പറയാം, ഞങ്ങൾക്ക് ഫ്രണ്ട്ലി ഗ്യാങ് KV മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ അത് അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കാനുള്ള കാരണം നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിന്ന് കുറച്ച് കുണ്ണാൾ എന്നെ മുമ്പിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവന്മാരുടെ അടുത്ത് എനിക്ക് ആ വിലയുള്ളൂ. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് വേണ്ട.
എനിക്ക് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മള് നമ്മുടെ ആൾക്കാരെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് മുമ്പിക്കുമ്പോ ഉണ്ടല്ലോ, എനിക്കത് കണ്ടോണ്ടിരിക്കാൻ അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മള് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ അത്രയും ഞങ്ങൾക്കൊരു ഡൗൺ ടൈം വന്ന സമയത്ത് നമ്മളെ ബാക്ക് ചെയ്ത ഒരു പെർട്ടിക്കുലർ ആൾക്കാര് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് KVയോട് നമ്മുടെ ഇത് റെപ്രസെന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോ KV ആയിട്ട് ഫ്രണ്ട്ലി ആയത്. KV മാത്രമാണ് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഒരു സിറ്റുവേഷൻ എടുക്കാതെ പോയത്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. അത് കുറച്ച് ദിവസമായി. അതിന് നിങ്ങൾക്കോ എന്ത് വേണേ പറയാം, നമുക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം എന്തായാലും ഇല്ല. അങ്ങനെയാണ് നേരത്തെ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ സെറ്റിൽ വന്നിടത്ത് അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ അവസാനം, ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ TV ആയുടെ പേര് കേട്ടെടുത്തുനിന്ന് പ്രോപ്പർലി ലീവ് ചെയ്തിട്ടില്ലാതെ TV ആണെന്ന് അറിഞ്ഞിട്ട് ഇമാര് സിറ്റുവേഷൻ എടുത്തായിട്ട് എന്റെ അറിവിൽ ഇതേവരെ ഇല്ല. എനിക്കറിയില്ല, സ്റ്റിൽ എനിക്ക് അൺനോണാണ്. എന്റെ അറിവിലുള്ള എന്റെ ഞാൻ പറഞ്ഞുതരാം. ഇവന്മാര് നിങ്ങളുടെ MRC-ലുള്ളമാര് KV-ലുള്ള ഏതൊരുത്തനെ കൊന്ന് ഗണ്ണേം ഇതിൽ കൊന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനൊരു ഓലനുണ്ടായിരുന്നു, നമ്മളൊരു വണ്ടിയിൽ നമ്മൾ തൊട്ടപ്പുറത്തെ റോഡിന് പറയുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഇവന്മാര് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്, ഞാൻ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ നിൽക്കണ തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വല്ലവരാണെന്ന് വിചാരിച്ച് കൊന്നതാണെന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് പോയി നിന്ന്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് ചോദിച്ച്, ഈ ചത്തി കിടക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. അതിന് പിന്നെ വന്നിട്ട് പേരെന്താന്ന് ചോദിച്ചു. പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ അവന് പേര് പറയാൻ പറ്റിയില്ല. ഞാനും പേര് പറഞ്ഞില്ല. ആ സമയത്ത് ഇവൻ വണ്ടിമിക്കിട്ട് അടിച്ചിട്ട് ലോലൻ അങ്ങ് അടിച്ചു വന്നു. ലോലൻ അടിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്ത് ഞാനും ഇറങ്ങി, എന്നെയും ചുമ്മാ അടിച്ചു വന്നു. അതിൻ്റെ ആവശ്യം എന്താ? വണ്ടിയിൽ നിന്ന് പേര് ചോദിക്കാത്തവർ എല്ലാവരും അടിക്കുകയാണ് ഇവന്മാര്. അതാണ് ഇപ്പൊ നടന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ അടുത്ത് ഞാൻ ഓക്കെ സിറ്റുവേഷൻ ഒന്നുകൂടെ കണ്ടു നോക്ക് ഷേക്ക്. ബാക്കപ്പ് ഒന്നും അല്ല, ഒന്നും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഗൺ എടുത്തിട്ടില്ല. ഇവൻ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ഇവൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ ബ്രോ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ അടിച്ചു. വണ്ടിക്കകത്ത് ഓൾറെഡി ലോലനെ കൊന്ന്. നമുക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മള് ഇതുവരെയുള്ള ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഉപദ്രവിക്കാത്തടത്തോളം കാലം ഞങ്ങള് തിരിച്ചു ഉപദ്രവിക്കാൻ ഞങ്ങൾ വരാറില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടിച്ചിടുന്നതിലൊന്നും എനിക്ക് ഒരു രീതിയിലും ഇത് സോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ കാര്യത്തിലല്ല അവസാനം ഞാൻ വന്നത്. അത് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരടിച്ചത് നമുക്കും അത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രോപ്പർ കാര്യം എന്താണെന്നൊന്നും രണ്ട് സൈഡ് കേൾക്കണല്ലോ. അവരുടെ സൈഡ് കേട്ടോ, ഈ സൈഡോട് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നാല് സോൾവ് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മാക്കെ ഷെയ്ക്ക് നിങ്ങളുടെ അടുത്തൊക്കെ നമുക്ക് റെസ്പെക്ട് ആവുള്ളത്. അതുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കണം. ഒരു രീതിയിലും മോശമായിട്ട് ഞങ്ങൾ സംസാരിക്കത്തില്ല. പക്ഷെ ഇത് കിട്ടാത്ത ഇത് തരാത്തത് അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പൊ അവര് വന്ന് ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും അത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ തിരിച്ച് സിറ്റുവേഷൻ എടുക്കാനേ പറയത്തുള്ളൂ. കാരണം പലപ്പോഴും പലവട്ടം ഇതിനു മുമ്പ് എന്റെ ഗ്യാങ്ങിലെ മെമ്പേഴ്സിന്റെ സിറ്റുവേഷൻ ആവുന്ന സമയത്ത് ഫ്രണ്ട്ലിന്നും അതൊന്നും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ ഒരു സമയത്ത് ഞാൻ ഒഴിവാക്കി വിട്ടതിന്റെയാണ് ഇവിടെ ഈ ഇൻ ബിറ്റ്വീൻ ദ ഗ്യാങ്ങിൽ എനിക്ക് പല ഇഷ്യൂസ് ഉണ്ടായത് ഇതിനു മുമ്പ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ചില സിറ്റുവേഷൻ പറയും, അപ്പോ ആ സമയത്ത് വേറെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി സിറ്റുവേഷൻസ് എടുക്കും, ഞാൻ ലാസ്റ്റിൽ ഇതാവും. അങ്ങനെ കുറെ വട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്റെ കൂടെ വയ്ക്കുന്ന മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അത് ചോദിച്ച് ക്ലിയർ ആക്കി വിടുക എന്നുള്ളത്, പിന്നത്തേക്ക് സംസാരിക്കാം, പിന്നെ ഇതാക്കാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇനി TV ക്ക് നമ്മളത് അന്നോട്ടെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇതൊരു 7 മാസമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് MRC-യുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾക്ക് വേറെ നിങ്ങളോട് ദേഷ്യം അതൊന്നും അല്ല. ഈ ഒരു കാര്യത്തില് ഇവര് ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടില്ല. ഇവന്മാര് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടില്ല. നിങ്ങൾ വെടിവെച്ച് നമ്മുടെ കൂട്ടത്തിലെ രണ്ടുപേരെ ഡൗൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് പോലും. അല്ല, ഞാൻ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് TV ആണെന്ന്. അത് മാക്കാൻ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഒരു കാര്യം, അവൻ എന്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ ചോദിച്ചു. ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് വെടിവെക്കേണ്ട ആവശ്യം അല്ല. മാക്കെ പേര് ഇങ്ങോട്ട് ചോദിച്ചു നോക്കി, അപ്പൊ പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോ പറഞ്ഞ പേര് ഇങ്ങോട്ട് ചോദിച്ചാൽ തിരിച്ചു ചോദിച്ചായിരുന്നു നിന്റെ പേര്.
അതവന് പറയാൻ പറ്റത്തില്ല. അവന്റെ ഗുണ്ടായ്സൊക്കെ അവന്റെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നമ്മുടെ വണ്ടൊക്കെ എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഗുണ്ടായ്സൊക്കെ വേറെ നമ്മള് TV ആയിട്ട് ഒരിക്കലും സിറ്റുവേഷൻ എടുക്കരുത് എന്നാണ് നമ്മള് ക്ലിയർ കട്ട് ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുവാണ്, അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്, ഒരു സംശയമില്ല. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ ഒറ്റ സിമ്പിൾ ആയ ഒരു കാര്യം പറയാം. ഇതിന് മുന്നേ ഉള്ള 2-3 സിറ്റുവേഷനിൽ TV നമ്മുടെ ഒരുപാട് പേര്, അതായത് ഒരു സിറ്റുവേഷനിൽ 3-4 പേരെ, അതിനുശേഷം ഒരു 5-6 പേരെ അടിച്ചിട്ട സിറ്റുവേഷൻ നിങ്ങളാണ് അല്ല. ഒരു മിനിറ്റ് സ്നൈപ്പേ, മറ്റേ ഞാൻ പഴയ കാര്യമാണ്, ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമ്മളും ഫൈറ്റ് ചെയ്തത്. ഇല്ല, കോച്ച് அப்படின்னு நீ പറയും. ஓகே, நான் வந்து ഈ ഗെയിം കളിക്കുന്നത് 4 months ആയിട്ട്, ബട്ട് വില്ലു ഒരു 5 വർഷമാ വിളയാടുறான். ഓക്കേവാ, അവന്റെ വോയിസ് തെരിയില്ലെന്ന് എപ്പോഴാ നീ പറയാൻ முடியும்? എനിക്ക് അത് അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഞാനതല്ല പറഞ്ഞത്. ഓക്കെ, അത് അവർ സംസാരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനുകളിൽ 2-3 പ്രാവശ്യം ആയാലും, എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം എന്തോ സിറ്റുവേഷൻ ആയിട്ടുണ്ട്, മറ്റേ മോണിറ്ററിംഗ് ടൈം അടക്കം. അതിനകത്ത് ആദ്യമേ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ആദ്യത്തെ സിറ്റുവേഷൻ അടക്കം ഈ അറിയാതാണെന്നുള്ള സാധനം പറഞ്ഞപ്പോഴാണ് നമ്മളും മാറിപ്പോയത്. അറിയാതല്ല, അതില് ഇല്ല, അതൊരു മൊണ്ണേന്ന് പറഞ്ഞത് കുണ്ണാന്നാക്കി എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ അടി പൊട്ടിയത്. മുതുക്ക് റിപ്പയർ ഇതേപോലെ അപ്പാപ്പനൊക്കെ ഇതേപോലെ മനഃപൂർവ്വം ഞാൻ പറയുന്നത് അതല്ല, ബ്രോ അവിടെ കുണ്ണാന്ന് വിളിച്ചിട്ടാണ് നമ്മളോട് ട്രിഗർ ആവുന്നത്. അവന് മോണിറ്ററിംഗ് ടൈമിലാണെങ്കിൽ നിങ്ങളാണ് അടങ്ങി ഒടുങ്ങി പോകേണ്ടത്. ഇല്ല രാജേഷ്, ഒരു മിനിറ്റ് ആണ്. നിങ്ങൾക്ക് മോണിറ്ററിംഗ് ടൈമിലാണെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കല്ലെന്ന് നിങ്ങൾക്ക് അറിയാവോ? വള്ളി എടുക്കാതെ മാന്യമായിട്ട് പോകേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണോ? ശരിക്കും പറ, ഉത്തരവാദിത്വം പറ. ആണോ? എന്നിട്ട് കുണ്ണാന്ന് വിളിച്ചിട്ട് ബ്രോ ഗ്യാങ് ഡ്രസ്സിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വള്ളി എടുക്കുവോ? കുണ്ണാന്ന് വിളിക്കുവോ ഒരു പ്ലെയറിനെ പോയി? ധാരാളമാ. ഇതൊക്കെ അന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഇവരെ പ്രഷർ ചെയ്യിപ്പിച്ച് സിറ്റുവേഷൻ ഒക്കെ. ചാർലിന്റെ സിറ്റുവേഷൻ അന്ന് പീഡിന്റെ സിറ്റുവേഷൻ ഓർമ്മയുണ്ട്, നമ്മള് ഫയർ ചെയ്ത് അതൊക്കെ നമുക്ക് എടുക്കാലോ. ഓഫ് കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മതി. നമ്മൾ ഇത്രയും നാള് നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഒതുക്കി, OC പോലും ഞാൻ പറഞ്ഞു ഒതുക്കി വെച്ചിരിക്കുക സിറ്റുവേഷൻ എടുക്കല്. ഇവര് ഗ്രൂപ്പിൽ വന്ന് പലയിടത്തും ചോദിക്കും സിറ്റുവേഷൻ എടുക്കണോ, സിറ്റുവേഷൻ ആയി, ഇതെന്ത് ചെയ്യണേന്ന് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയിടുക. ഞങ്ങൾക്ക് ഇപ്പോഴൊരു ഇത് താല്പര്യമില്ല നിങ്ങളുടെ അടുത്ത് വന്ന് അടിയുണ്ടാക്കണം, നിങ്ങളുടെ അടുത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് മെമ്പേഴ്സ് അത് ഇപ്പോഴും ഉണ്ട്, അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട്. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാര് അതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയല്ല. ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഒരാളെ വെടിവെച്ചിട്ടുകൊണ്ടാണ് നിങ്ങളുടെ ഒരാളെ ഹോസ്റ്റൽ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കത്തിച്ചു. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു വിട്ടു. അതിനപ്പുറത്തോട്ട് നമുക്ക് പുറത്ത് ഞങ്ങൾക്ക് ഒരു ഗ്രഡ്ജും ഇതൊന്നും ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാനില്ല. ഞങ്ങൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മെമ്പേഴ്സിനെ തൊടുമ്പോൾ നമുക്ക് ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇത് തന്നെ ചെയ്യാൻ പോകണുള്ളൂ. ശരിക്കും അല്ലേ? സത്യം പറ. നിങ്ങളുടെ ഒരു വന്ന് ഇങ്ങനെ പേര് വെച്ച് അടിച്ചിട്ടാലും നിങ്ങളാണ് ഇത് തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. ആ സെയിം സാധനം ഞങ്ങൾ ചെയ്തോളൂ. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് വേറെ വെളിയിലും അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഈ നടന്ന കാര്യം ഇത്രയാണ്. ഇത് സിറ്റുവേഷൻ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സസ്പെൻഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങളിത് ഇവിടെ വിടുക. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ട് ഞങ്ങളെ അടിച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് ഞങ്ങൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് നാളെ തൊട്ട് MRC മോക്ക് ചെയ്യാനിരിക്കുകയല്ല ഞങ്ങളിവിടെ. ഞങ്ങള് അങ്ങനെ ചെയ്യില്ല. നമ്മളെന്തായാലും നിങ്ങൾ വിട്ടുന്ന നമ്മളെന്തായാലും സസ്പെൻഷനിലും ആണ്. പിന്നെ നമുക്ക് ഒരിക്കലും ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാക്കൂല. നമ്മള് ഇനീഷ്യലി നമ്മൾ ഡൗൺ ആയാലും ഇൻ കേസ് എന്ത് കമ്പുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊരു പ്രീവാറായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. നമ്മളോട് തൊപ്പിയാണെങ്കിൽ പോലും അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണോ പറയുന്നത് അത് വന്നിട്ട് അതേപോലെ കൂടുതൽ ചെയ്യാറുള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വസന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്, സീരിയസ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മനഃപൂർവ്വം അടിച്ചതല്ല. അത് പിള്ളേർ നമുക്ക് അറിയുന്നതാണ്. അവര് ഓൾറെഡി ആ സാത്താനെ ഗണ്ണിൽ നിർത്തുന്ന സമയത്ത് സാത്താൻ ബാക്കപ്പ് കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിലാണ് ആ കാർ അവിടെ വന്നത്.
അതുകൊണ്ടാണ് അത് പ്യുവർ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഈ പേര് പറയാത്തെന്ന് പറഞ്ഞ ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഗ്യാങ്ങായിട്ട് വരുമല്ലേ. അപ്പൊ ആ ഗ്യാങ്ങിൽ ഒരു മെമ്പർ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അവൻ എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവൻ അവിടെ മുട പറയുവാണെങ്കിൽ കൊണ പറയുവാണെങ്കിൽ അടിച്ചോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങള് സിറ്റിയിൽ എത്ര പേരായിട്ട് സിറ്റുവേഷൻ ആവും ബ്രോ, എല്ലാരും സൗണ്ട് വെച്ച് തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ നേരെ പോയി എല്ലായിടത്തും നീ പേര് പറഞ്ഞ നീ പേര് പറഞ്ഞില്ല, നിന്നെ അടിച്ചുവല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാവരുമായിട്ട് പ്രശ്നം നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് സോൾവ് ചെയ്യാനോ അടി ഉണ്ടാക്കാനും മാത്രം താല്പര്യം. വാസന നമ്മൾ ഇവരടുത്ത് മാക്സിമം പറഞ്ഞത് KV TV നമുക്ക് സിറ്റുവേഷൻ തീരെ എടുക്കരുതെന്ന് പറയുമ്പോൾ ഇവരൊരു സിറ്റുവേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് പേര് ചോദിക്കുന്നതാണ്. KV ആണെങ്കിൽ TV ആണെന്നുണ്ടെങ്കിലും ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ അവര് മനഃപൂർവ്വം തിരിച്ചും പറയാൻ അവൻ തിരിച്ചു ചോദിക്കുമ്പോഴും പറയാം. അവരെന്താ പേര് പറയാത്ത ബ്രോ? അപ്പൊ നിങ്ങളെ പേര് ചോദിച്ചാൽ നമുക്ക് MRC ആണെന്ന് പറയാൻ പറ്റൂല. കാരണം അവന്റെ പേര് പറഞ്ഞല്ല. അവൻ പേരൊന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെ തൊട്ട് മാക്ക് ചെയ്ത മാതിരി വണ്ടിയിൽ എല്ലാരെയും പോയിട്ട് പിറ്റും ചെയ്ത് ഇങ്ങനെ അടക്കുമായിരുന്നു. ബ്രോ ഞാൻ ഒരു കാര്യോടെ ഈ സമയത്ത് എനിക്ക് അഡ്രസ് ചെയ്യാനുണ്ട്. ഞാൻ ഇത് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഓഫ്ലൈനിൽ കയറിയ സമയത്തുള്ള ഒരു കാര്യമാണ്. ഞാൻ മാക്കിന് വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം. ഞങ്ങള് ഇതേപോലെ കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ കയറിയ സമയത്ത് ഒരു ബണ്ണി മാസ്ക് വെച്ചിട്ട് ഈ പറയണത് പോലെ നമ്മുടെ അടുത്ത് വന്ന് ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയായിരുന്നു. ഞാൻ അന്നേരം ഇവരുടെ അടുത്ത് പറഞ്ഞത് വേണ്ട. അന്നേരം ഇവന്മാർ തന്നെ വണ്ടിക്കകത്തിരുന്നവന്മാർ തന്നെ പറഞ്ഞു അത് MRC ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവര് വേറെന്തോ RP കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാലും വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ എടുക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത് അവന്മാർ കോമഡി എന്ത് പറഞ്ഞാണെങ്കിലും അത് വെച്ച് നമുക്ക് പോയി സിറ്റുവേഷൻ എടുക്കായിരുന്നു. ഞങ്ങളത് വിട്ട കേസാ. ഞങ്ങൾക്ക് അതിനോടുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും ഞാൻ പറയണത് അതാ ബ്രോ. നമ്മള് MRC എടുത്ത് സിറ്റുവേഷൻ എടുക്കണം എന്നുള്ള രീതിയിലുള്ള വന്ന് റിപ്ലൈ പറഞ്ഞതല്ല. അതിന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ അടിച്ചിട്ടതിന്റെ കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, അവനെ കത്തിച്ചു വിട്ടു. ഇല്ല വാസണ്ണ, അത് ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയണം. അത് നമുക്ക് അറിയണ്ടേ. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം. ഇപ്പൊ ഈവൻ ഒരു 2 weeks മുമ്പോ 10 days മുമ്പത്തെ ലോലനോട് ഇതേപോലെ ഷിബു എന്തോ നീ ആരാടാന്ന് ചോദിച്ചതിന്റെ പേരില് നിങ്ങൾക്ക് അത് ബാഡ് അടിച്ചു എന്നുള്ളൊരു സംഭവം നമുക്ക് പുറത്ത് കിട്ടിയോണ്ട് നമ്മൾ ഗ്രൂപ്പിൽ പുറത്ത് ഓസിയ അത് അവിടെ വിളിച്ചു വരുത്തി അവന്റെ അടുത്ത് പോയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ക്ലിയർ ചെയ്തിട്ട് നീ ഇനി കളിച്ചാൽ മതി എന്നുള്ളത് വരെ ഷിബുവിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. നമ്മളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ. അല്ലാതെ നമ്മള് എന്തുണ്ടെങ്കിലും ഇതിപ്പോ കറക്റ്റ് ചന്ദ്രനോട് ചോദിച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പം വാസൻ മോസ്റ്റ് ഓഫ് ദ ടൈം സിറ്റിയിൽ ഉണ്ടാവാറില്ല. ഞാൻ മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് നേരെ വന്ന് എന്തൊരു ചെറിയൊരു കാര്യം, അതായത് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും ഞാൻ വന്ന് അന്ന് മറ്റേ പ്ലെയറിന് അവന് വണ്ടി ലോഡാവാതെ നിങ്ങള് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ റെസ്പെക്ട് എനിക്ക് മാക്കിനോട് ഷെയ്ക്കിനോടും ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയുവാ. ഞാൻ ഇപ്പോഴും പറയണത് അതാണ്. നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ഇപ്പൊ തന്നെ മാക്കും ഷെയ്ക്കും ഇവിടെ സിറ്റുവേഷൻ ആയി അറിഞ്ഞിട്ടല്ല ഇവിടെ വരെ വരുന്ന വന്നത്. ഞാനും ഇതുപോലെ തന്നെയാ. ഞാൻ ഈ സമയത്ത് കയറുന്ന ഒരാളല്ല. സിറ്റുവേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നമ്മളില്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരം ട്രിഗർ ആവുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എങ്ങനെയാണോ ഇത് അടി ഉണ്ടാവാതെ കൊണ്ടുപോകേണ്ട അതേ റെസ്പോൺസിബിലിറ്റി ഞാനും കാണിക്കുന്നുണ്ട്. ഇത് അടി ഉണ്ടാവാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവന്മാരുടെ അടുത്ത് ഇല്ലെന്ന് അവന്മാര് പറയട്ടെ. ഞാനിത് അവന്മാരുടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ഉപദ്രവമാണ് ഇതുവരെ നിങ്ങൾ ഗ്യാങ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം TV വന്ന് അങ്ങോട്ട് വന്ന് ട്രിഗർ ചെയ്ത് സിറ്റുവേഷൻ ബാക്കി ഏതൊക്കെ ഗ്യാങ്ങിനോട് നമ്മൾ എടുക്കണം ബ്രോ? ഇപ്പം SRR എല്ലാവരുമായിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. TG എല്ലാവരുടെ അടുത്ത് എടുക്കുന്നുണ്ട്. നമുക്കിപ്പോ സിറ്റുവേഷൻ എടുക്കാനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചൊറിയിപ്പിച്ചാൽ പോരെ. നമുക്കത് താല്പര്യമില്ലെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഇത് നിങ്ങൾ എടുക്കുന്ന സെയിം എഫേർട്ട് ഞങ്ങളും എടുക്കുന്നുണ്ട്. ഇത് സിറ്റുവേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഈ ഒരു സംഭവത്തിന്റെ ഒരു 90% ഞാൻ കണ്ടതും ഇപ്പൊ ഇവിടുന്ന് കിട്ടിയായിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രോപ്പർലി ഒന്ന് നോക്കട്ടെ. എനിക്കിപ്പം ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ കയറുന്നത്. അറിയാലോ, ഞാൻ ഈ സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും വേണം വരാറ്. ഞാൻ ഓൾറെഡി വയ്യാതിരിക്കുന്നു. എന്നിട്ട് ഇത് വിളിച്ച് ഒരുദിനം കോളാണ് കയറിയതാണ്. എന്താ സംഭവം എന്ന് അറിയേണ്ടത് എന്നപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയുന്നത്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അല്ലാതെ പ്യൂർലി നിങ്ങളാണെന്ന് TV ആണെന്ന് അറിഞ്ഞിട്ട് അടിച്ചതല്ല. അത് വില്ലോ അത് അങ്ങനെ അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വെയിറ്റ്. ആ സമയത്ത് എന്റെ അടുത്ത് ചോദിച്ച് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ചോദിച്ചിട്ട് ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ട് അടിച്ച് നമ്മള് ഇറങ്ങി. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇറങ്ങി നിന്ന് അടിച്ചുകൂടായിരുന്നാ?
അല്ല വില്ലു ഷമീറുമായിട്ട് പണ്ടൊരു സംസാരം മാക്കി ആ സിറ്റുവേഷൻ ഒന്നും പറയില്ല മാക്കി ആ സിറ്റുവേഷൻ പറയില്ല മാക്കി അത് പറയായിരുന്നു അവന്റെ അത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല തെറ്റാന്ന് ഷമീറിന്റെ കേസിൽ അന്ന് നമ്മുടെ മാത്രമാണ് തെറ്റ് സംഭവിച്ചു അവനാണ് സംസാരിച്ചത് അതാ ഞാൻ പറഞ്ഞത് പറയണമെന്നില്ല. ലോലനെ വില്ലുമോനെ ഒന്നും അറിയത്തില്ല. ഇവൻ അടിച്ചു കൊന്ന് ലോലൻ അടിച്ചു കൊന്ന് അല്ല മറ്റേ ഒരു മിനിറ്റ് ലോലൻ അടിച്ചു വന്നത് ഓക്കെ. എന്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്നെ അടിച്ചു കൊന്ന്. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇവന്മാർക്ക് പിന്നെയും ചോദിക്കായിരുന്നില്ല എന്താ ഏതാ ഗ്യാങ് എന്തെങ്കിലും ചോദിക്കായിരുന്നു. ഇവരെന്താ ഒന്നും ചോദിക്കാത്ത സസ്പെൻഷൻ അല്ലേ? സസ്പെൻഷൻ ആണെങ്കിൽ അതേമാതിരി നടക്കാൻ പറയാം അവന്മാരുടെ ഗ്യാങ്ങിലൊക്കെ നമ്മൾ ഒരുമിച്ച് കുറെ ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അറിയാണ്ട് പ്രത്യേകിച്ച് കൊച്ചാപ്പി കരിമീൻകോട് ചാർലി 3 പേർക്കും അറിയാം. അല്ല മാക്കൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് സസ്പെൻഷൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു വിടുന്നു മര്യാദക്ക് നടക്കാൻ. സസ്പെൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചടിച്ച് നടക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. നാളെ നമ്മൾ ഇതേമാതിരി ഒരേ ഡ്രസ്സ് ഇട്ട് എല്ലാരെയും പോയി പിറ്റൊക്കെ ചെയ്ത് ഇതേമാതിരി നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ കയറി തന്നോണ്ട് എന്നിരുന്നാൽ നിങ്ങൾക്ക് അടിക്കൂല, നിങ്ങൾ ഉറപ്പായിട്ടും അടിക്കും. അത് തന്നെ ഇപ്പൊ ചെയ്തത്. അറിയില്ലെന്ന് പറഞ്ഞ എടാ അത് വീട് അറിയുന്നു അറിയാത്ത കേസ് വീട്. ഇവന് എന്തിനാ വെടിവെക്കേണ്ട ആവശ്യം? വെറുതെ അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വെടിവെക്കേണ്ട ആവശ്യം. രണ്ടാമത്തേന് വെടിവെക്കല്ലേടാ, എന്താടാ എങ്ങനെ വെടിവെച്ച് കളിക്കാനാണ് എന്തത്? നാളെ വിട്ട് നമ്മളങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് വന്ന പോലെ. അപ്പൊ പിന്നെ എളുപ്പമായില്ല. ഇതൊന്നല്ലേ ഇനി 2 ദിവസം മുന്നേ പിന്നെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. ഇവന്റെ വണ്ടിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്റെ പേരിൽ ഇടിച്ചില്ല അവന്റെ പേരിൽ ഇടിച്ചെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വന്ന് അവൻ പേര് പോലും ഒന്ന് ചോദിക്കാണ്ട് അവൻ വന്ന് പിന്നെ ഇടിച്ചായിരുന്നു എന്നെ ലോലന് മറ്റേ ഡ്രസ് ഷോപ്പിന്റെ അവിടെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ വിട്ടെ. ഇല്ലടാ ഇല്ല വീട്ടടാ അത് ഇല്ല നമുക്ക് സീനൊന്നുമില്ല. നമ്മളെ പിള്ളേരെ നമ്മൾ പറഞ്ഞു നിർത്തിക്കോളാം, കുഴപ്പമില്ല. അത് അറിയാതെ പറ്റിയതാ. അത് നിങ്ങളെ ആരും ഗ്രഡ്ജോ വെഞ്ചൻസ് ഒന്നും വെറുതെ അങ്ങനത്തെ സാധനം പ്രത്യേകിച്ച് അറിയില്ല. നമുക്ക് അവരുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഇനി എന്താന്ന് വെച്ചാൽ പേരും എല്ലാം ടീഷർട്ട് ഇട്ടാരാ പോകുന്നത്. ഇപ്പൊ എന്തായാലും ഇത് നമ്മുടെ സൈഡ് ഞാൻ എന്തായാലും എനിക്ക് ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരിക്കലും വന്ന് നിൽക്കലെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് അറിയത്തില്ല ഇപ്പൊ എന്താ പറയട്ടെ ഇതിന്റെ അകത്ത്. ലൈക്ക് ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി നല്ല രീതിക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. ഓക്കെ എന്തായാലും ഇപ്പൊ വന്ന് പറയണമെന്നുള്ളത്. ഇല്ലല്ല നമ്മള് ഇത് അറിയാലോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വന്നിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ഒരു ഇതുള്ള ആളായിരുന്നു ഞാൻ. വന്നിക്കണം അന്ന് ലൈക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയ ആളാണ്. പക്ഷേ ഇത് ഞാൻ എക്സ്പെക്ടഡ് ആണ്. ഞാനിപ്പോഴും പറയുക ഞാന് അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരെന്ന് പറയണത് നമുക്ക് വളരെ റൈവലറി ആയിട്ടുണ്ടായിരുന്ന ഗ്യാങ്സിൽ കളിച്ചുകൊണ്ടിരുന്ന കുറെ മെമ്പേഴ്സ് നിങ്ങളുടെ അതിനകത്ത് ഉള്ളതോളം കാലം എനിക്ക് ഇത് ക്ലിയർ ആയിട്ട് ഞാൻ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ ഞാനിത് ഉണ്ടാവുമെന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ അത്ഭുതമില്ല. പക്ഷെ ഇതിങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾ എത്ര വട്ടം സോൾവ് ചെയ്യും? പക്ഷെ ഇത് ഞാൻ എക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ഇപ്പോഴും പറയാം, ഇവിടുത്തെ ഈ സിറ്റിയിലത്തെ ഒരു കാര്യം അങ്ങനെയാണ്. ചില ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു റിവലറി വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വലിയ പാടാ. അത് ഈസി ആയിട്ട് അങ്ങനെ ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് എത്രയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചാലും ഒരു ദിവസം അത് പൊട്ടും. അതുകൊണ്ട് ഞാനിത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്കറിയാം ഇതേ സംഭവിക്കുന്നുണ്ടായിരുന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് ടിവിയുടെ സൈഡിൽ നിന്ന് എന്തായാലും പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് പേഴ്സണലി പ്രശ്നമുള്ള ആൾക്കാരും അതുപോലെ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ പേഴ്സണലി പ്രശ്നമുള്ള കുറെ പേര് അതിനകത്തുണ്ട്. അതുപോലെ നമുക്ക് റെസ്പെക്റ്റുകാരും അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാരണ്ടി നമ്മുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇതാക്കി കൊണ്ടുപോകാത്ത അതുകൊണ്ടാണ്. അല്ല ഞാനൊരു കാര്യം പറയാം. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിപ്പോ നടന്നു വാസോണ്ട് എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഒരു തീരുമാനം പറയാം, ടിവിയെ നമുക്ക് എന്ന് ഫ്രണ്ട്ലി ചെയ്യാൻ കഴിയും. ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും ഒരു അത് തോന്നിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ
ഇവിടുത്തെ പിള്ളേർ കുറെ പേരുടെ അടുത്ത് നമ്മളത് ചോദിച്ചിട്ട് ഇവർക്ക് പറ്റത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് കുറെ പേർക്ക് ഞങ്ങൾക്ക് ഇന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് അങ്ങനെ പോയി മിണ്ടാൻ പറ്റത്തില്ലെന്ന് അവർ ഫേക്ക് ആയിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പുറത്താക്കുമെന്നോ ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്നോ പേടിച്ച് അവന്മാരത് പറയാതെ അവന്മാരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല അണ്ണാ അവനെ പോയി നേരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ എന്ന് പറയേണ്ട എല്ലാ അവന്മാരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. കാരണം ഞാൻ വന്നിട്ട് പറയാം, നീ അവനെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ടി വിന്ന് പുറത്താക്കും. ആ കാണിക്കുന്ന ഫേക്ക് റെസ്പെക്ട് കൊണ്ട് എന്താ കാര്യം ഒക്കെ ഒരു കാര്യം. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ഞാൻ ഈ 34 പേരോടും ചോദിച്ച് ഇത്ര നാളത്തെ അഭിപ്രായം വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഇന്ന് ഒന്നും കൂടി ചോദിക്കാം ഇതേ ചോദ്യം 34 പേരോടും. അവരെ തിരിച്ച് നമ്മുടെ പിള്ളേരെ തൊട്ടാ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, നമ്മള് ചോദിക്കും, അത്രേ ഉള്ളൂ. അറിയാം പ്രോപ്പർ ഇതാണല്ലോ, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഫീലിംഗ് ആണല്ലോ അത്. പറഞ്ഞിട്ടല്ലേ ഓൾറെഡി അത് എടുത്തത് പോലും. പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതൊന്ന് ഷെയ്ക്ക് എന്നെ വാസ്തു വിളിച്ചാൽ മതി ഷെയ്ക്ക്. കാരണം ഞാനത് പറയാനുള്ള കാരണം പറഞ്ഞുതരാം. അത് പിന്നെ നിങ്ങൾക്ക് നമുക്ക് അത് ഞാൻ വേറെ കാര്യം പറഞ്ഞ, ഇതിപ്പോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുറെ റൈവലറി അകത്തുണ്ട് എന്നുള്ളത്. ഞാനൊക്കെ ഈ സിറ്റിയിൽ പുതിയതാ, എനിക്കറിയില്ല അതിന്റെ പാസ്റ്റ് കഴിഞ്ഞ 5-6 വർഷമായിട്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ നമുക്ക് നിങ്ങളോടൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട്, മനസ്സിലായി? ആ റെസ്പെക്ട് നമ്മളെന്നും തന്നിട്ട് സംസാരിക്കുള്ളൂ. അത് പിന്നെ തമ്മിലൊരു അടി പൊട്ടേണ്ട അവസ്ഥ വന്നാൽ പോലും അത് അതോടുകൂടി തീർന്നു. അല്ലാതെ നമ്മളത് ഒരു ടോക്സിക് ഒരു സംഭവത്തേക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുപോകില്ല. നമുക്കില്ല, മനസ്സിലായില്ലേ? ലൈക്ക് ഇപ്പം ഇതിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഒരാളിപ്പോ ഇതാ കത്തിച്ച് വിട്ടു എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ അതിലൊരു ഫേക്കും ഇല്ല. അത് പണ്ട് ഫേക്ക് ആയിട്ടല്ല, നമ്മളത് പറയുന്നതല്ല ഞാൻ. കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതോറേ, കാരണം ഇത് കുറച്ച് കഴിയുമ്പോ ഇത് എങ്ങനെ ആവും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പഴേ വിളിച്ച് ശീലിച്ചിതാകുമ്പോ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇല്ല, നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ടോക്സിക് നമ്മൾ നോക്കും. എന്തായാലും അങ്ങനെ ചെയ്യൂല, അത് നമ്മളെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവാതെ നമ്മൾ നോക്കും. അങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ഓൾറെഡി വാൺ ചെയ്തിട്ടുള്ളതാ. നമുക്ക് വാസനെ അറിയാം, നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാ. നമ്മൾ അങ്ങനെയല്ല, ഇനീഷ്യലി നമ്മൾ തന്നെ 34-35 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതില് കളിക്കുന്ന ഓരോരുത്തർക്കും ഇതിലൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്ത് നമ്മൾ വരുന്നതാണ്. അപ്പൊ ഇതിലുള്ള ഒരു സ്ട്രക്ചർ, ഒരു സിസ്റ്റം ഉണ്ട്. അത് ആ ഡെക്കോറം കീപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ എന്തായാലും വാൺ ചെയ്ത് നമ്മൾ ഓരോട്ടും വാൺ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബെഞ്ചിലിരുത്തും. നമുക്ക് അങ്ങനത്തെ ഓവർ കൺസിഡറേഷൻസും കമ്മിറ്റ്മെന്റും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത് തൊപ്പി അങ്ങനെയാണിത് ബിൽഡ് ചെയ്ത് വെച്ചത്. അപ്പൊ അത് അതിൻ്റെതായ രീതിക്ക് കൊണ്ടുപോയാൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞതാ. ഇതൊരു ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കമ്മ്യൂണിറ്റി ഭയങ്കര ടോക്സിക്കാ. പിന്നെ അതിന്റെ പുറത്ത് ഈ ഒരു വെറുതെ റിലേഷൻ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ഗെയിമിന്റെ പേരിൽ നമുക്ക് അതിന് താല്പര്യമില്ല. പക്ഷെ നമുക്കത് നമ്മളത് ചെയ്യൂല, നമ്മളെ ഇന്റൻഷൻസ് അതല്ല. മാത്രല്ല എല്ലാ കമ്മ്യൂണിറ്റി ടോക്സിക്കാ. പക്ഷെ ഇത് എന്താ പറയാ, ഇത് 35 ആൾക്കാർ കൂടിയിട്ടുള്ള പരിപാടി. അത് നമ്മളെ കയ്യിൽ ഒതുങ്ങൂല. പിന്നെ അത് ഓസിയൊക്കെ ട്രാക്ക് ചെയ്ത് ഭയങ്കര വൾഗർ. ഞാനിത് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് പോലും ഇവിടെ ലൈവ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു ഹസൻ, ഓർമ്മയുണ്ടോ? ഞാൻ അത്ര ചെറിയൊരു കാര്യം പോലും അങ്ങനെ എന്തോ ആണ്, എന്താ സംഭവം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് അവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചതാണ് ഇത് പറയാൻ വേണ്ടി. മനസ്സിലായി. ഇത് വീട് എല്ലാരും ലീവ് ചെയ്യും. നമുക്കത് ആരോടൊന്നും പേഴ്സണൽ ക്രെഡിറ്റ്സ് ഒന്നും ഇല്ല. നിങ്ങൾ ആരും അത് തിരിച്ചു വെക്കരുത്, അത്രേ ഉള്ളൂ. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണൽ ക്രെഡിറ്റ് ഇല്ല ഷേഖേ. നമുക്ക് സിറ്റുവേഷൻ എടുക്കുന്ന ഇതിനകത്ത് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റേ അങ്ങനെ സോൾവ് ചെയ്ത് സംസാരിക്കുന്ന പരിപാടി എനിക്ക് എന്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഒരു ഗ്രഡ്ജ് ആയിട്ട് വരില്ല, അത് എനിക്ക് പറയാനുള്ളൂ. ഇല്ലല്ല, നമുക്ക് കാരണം സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ഞങ്ങളുടെ എതിരെ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. അത് പണ്ടേ അങ്ങനെയാണ്. അത് ആ ഒരു റേറ്റ് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് നമ്മള് ബിൽഡായി വരുന്നല്ലേ ഉള്ളൂ വാസൻ, അതാണ് പ്രശ്നം. ഇതിപ്പോ നമ്മുടെ ഒരു ലൈക്ക് ഇപ്പൊ വാസൻ ഇപ്പൊ പറഞ്ഞു നമ്മൾ നിങ്ങളുടെ പണ്ട് തൊട്ടുള്ള രീതി അതാണ്. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ എനിക്കോ ഷെയ്ക്കിനോ ഞങ്ങളുടെ പണ്ട് തൊട്ടേ ഉള്ള രീതി പറയാറായിട്ടില്ല. നമ്മള് വന്നല്ലേ ഉള്ളൂ.
നമ്മൾ ഒരുപാട് ഇനി ബിൽഡ് ചെയ്ത് ഇനി നമ്മുടെ ഒരു ബേസിക് ബിഹേവിയർ അല്ലെങ്കിൽ ബേസിക് ഡെക്കോറം എന്താണെന്ന് നമ്മൾ ഇനിയും ഈ വരുന്ന കാലങ്ങളിൽ നമുക്ക് പോലും മനസ്സിലാവുള്ളൂ. നമ്മൾ ഏത് രീതിക്കായിരിക്കും സിറ്റുവേഷൻസ് റെസ്പോണ്ട് ചെയ്യണത് അതൊന്നും ഇപ്പോഴും ജഡ്ജ് ചെയ്യാറായിട്ട് ഞങ്ങൾ ആരും. வெரி சிம்பிள்ரா, நம்ம சைடுல இருந்து எதுவும் வராது. ஓகே, ஆனா இதே மாதிரி திருச்சி வந்தா நெக்ஸ்ட் டைம் நல்லா இருக்கு அത്ര ഉള്ളൂ. ഓക്കെ, ഇത് കൺഫേം ആണ്. நம்ம സൈഡിൽ നിന്ന് എതും വരാതെ நம்ம ലീഡർ പറഞ്ഞു അത്ര ഉള്ളൂ. ഞാൻ ഒരു കാര്യോട് മാക്കിനോടും ഷേക്കിനോടും പറയുവാണ്. ഷേക്ക് കാരണം ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ചുകൊണ്ട് പറയുവാണേ. നിങ്ങൾ രണ്ടുപേരും ഇത് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇത് സോൾവ് ചെയ്യണോ വേണ്ടായോ എന്ന് സിറ്റുവേഷൻ എടുത്തവരോട് ചോദിക്കണം. കാരണം നാളെ അവന്മാരുടെ മൈൻഡിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ വില്ലൻ ആവാൻ പോണേ. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച് ഞാൻ അത് ഫിക്സ് ചെയ്ത ആളാണ്. ഇപ്പൊ ഇത് എനിക്ക് പറയാൻ ഒരു മടിയില്ല, ആരുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും പറയാൻ മടിയില്ല. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച ആളാ. കാരണം പലപ്പോഴും ടി വിക്കകത്തുണ്ടായിരുന്ന മെമ്പേഴ്സ് വന്നിട്ട് സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നില്ല അത് എടുക്കണ്ടെന്ന്. പക്ഷെ അവന്മാരുടെ ഉള്ളില് ഓക്കെ ഇത് ഒരു സാധനം വളർന്നു വന്നുകൊണ്ടിരുന്നു ഒരു പെർട്ടിക്കുലർ ടൈമിൽ. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് അടുത്ത വട്ടം ഞങ്ങളുടെ അടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ടിവിയോ കെവിയോ ആരോ ആയിക്കോട്ടെ ആരുടെ അടുത്ത് സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റി എടുക്കുന്നവന്മാരോട് ചോദിക്കണം നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണോ, നിങ്ങൾക്ക് ഇത് ഇതാക്കണോ എന്ന്. അല്ലെങ്കിൽ അവന്മാര് നാളെ നിങ്ങൾക്ക് ഇതിൽ തിരിയും. 100% ഞാൻ ഉറപ്പ് പറയാം ഷേക്കാൻ മാക്കെ. ശരിയാണ്, സ്വാഭാവികമായിട്ട് അവര് നമ്മളെ മൈൻഡിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു ഇതിലായിരിക്കുമല്ലോ അവര് നമ്മുടെ കൂടെ കളിക്കുന്നത്. അതെ, സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ചിന്ത ഉണ്ടാവും. നമ്മൾ നോക്കി ചെയ്യത്തുള്ളൂ. നമ്മൾ ആ സമയത്ത് കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആ പോട്ടറ വേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ അവരുടെ മൈൻഡിൽ എനിക്ക് എന്നെ ഒരു ഇത് ചെയ്തിട്ട് അവരാരും റിപ്ലൈ തന്നില്ല, അല്ലെ അവരാരും ചോദിച്ചില്ല, എനിക്ക് അടി കൊണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതാക്കിയിട്ട് അവര് സിറ്റുവേഷന് പുറകെ പോയില്ല എന്നൊരു സാധനം അവന്മാരുടെ മൈൻഡിൽ ഉള്ളിനകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുക. അത് പിന്നീട് നമുക്കെതിരെയാവും. ഇതിനകത്ത് അപ്പൊ സാത്താന്റെ വിഷയമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലല്ലോ. ഇതിപ്പോ നമ്മള് ഇറങ്ങിയാലോ മാക്കുന്ന നമുക്ക് പോയിട്ട് ഒന്ന് മനസ്സിലാക്കണ്ടല്ലോ. ഞാൻ മനസ്സിൽ വെക്കൂല ஒரு டெட் பாடி மாதிரி അണ്ണാ അണ്ണനെ കൊണ്ടുപോകല്ലേ? എടാ ഒരു മിനിറ്റ്, ഇല്ല വേറെ ഇല്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പരിപാടികൾ നീ ലൈവല്ല ഇങ്ങോട്ട് വന്നോ. ഇതേ വേറൊരുത്ത ലൈവിലൊക്കെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് പറയണേ. പറയാം പുറത്ത് പറയാം, ഇവിടെ സംസാരം വേറൊരുത്ത മറ്റേ കൊറേ പറഞ്ഞോണ്ട് പറയാ. ഇത് കേക്കാൻ വേണ്ടിട്ടാണ് അണ്ണന്റെ വായത്. ഇത് അമ്മമാര് മറ്റേ നമ്മള് ഇതിടാടാ ചൂണ്ടിട്ട് പിടിക്കുന്ന മാതിരി അമ്മായി. ഇത് കേക്ക് എടാ നോക്കി ഇത് അണ്ണന്റെ വായിന്ന് പച്ചക്ക് കേൾക്കാൻ വേണ്ടിട്ട് ദൈവമാര് ഇതൊക്കെ ചൂണ്ടിട്ട് പിടിക്കുന്ന മാതിരി ഒരു പിടിക്കുന്ന എടീ ഞാൻ ഈ പാവം മേക്കൊക്കെ നീ കൊണ്ടാള് കാരണം വേറെ അവസ്ഥ. സത്യം പറയല്ലോ നോക്കുമ്പോഴാടാ ഈ കൊണ്ടുവന്ന കാര്യം പറയും. ഈ മാക്കും ഷേക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന പോലെ ബാക്കിയുള്ളവര് ബിഹേവ് ചെയ്ത്